നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് +2 സേ റിസൾട്ട് വന്നു. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമുക്ക് സന്തോഷം തോന്നിപ്പിക്കുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് റിസൾട്ട്, ഏതിൻ്റെ റിസൾട്ട് വന്നാലും നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ റിസൾട്ട് വരുമ്പം ആ റിസൾട്ട് നല്ല ഗംഭീര റിസൾട്ട് ആവുകയും കുട്ടികൾ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ എന്നെ പോലുള്ള അധ്യാപകർക്ക് ഭയങ്കര നമുക്ക് ഹാപ്പിയാകുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു സന്തോഷം നമുക്ക് തോന്നിയതാണ്. കാരണം ഇന്ന് +2 സേയുടെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള കുട്ടികളെല്ലാം വിളിച്ചിട്ട് 5 കൊല്ലം 6 കൊല്ലം മുമ്പൊക്കെ പോയ കുട്ടികളും 1 മാർക്കും 2 മാർക്കും ഒക്കെ മേടിച്ച കുട്ടികളും എല്ലാം ഗംഭീര മാർക്ക് മേടിച്ചു എന്ന് അറിയുമ്പോൾ, അത് ഞങ്ങൾ ഡബിൾ പാസ് മാർക്ക് മേടിച്ച് പറയാം, ഞങ്ങൾ 45 മാർക്ക് മേടിച്ച് 51 മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അതിൽ കൂടുതലൊരു സന്തോഷം നമുക്കില്ല. അന്നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് +2 സേയുടെ പറയുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഫോളോ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കൃത്യമായിട്ടും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് കിട്ടത്തില്ല. അതിനകത്ത് ഒന്ന് റീവാലുവേഷൻ ആണ്. റീവാലുവേഷനെ കുറിച്ച് വ്യക്തമായ കാര്യം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 വിഷയങ്ങൾക്ക് എന്തില്ല, റീവാലുവേഷൻ ഇല്ല. കാരണം ഡബിൾ വാലുവേഷൻ ചെയ്ത വിഷയങ്ങളായതുകൊണ്ട് ഇത് റീവാലുവേഷനോ അല്ലെങ്കിൽ സ്കൂട്ടണിയോ സൂക്ഷ്മ പരിശോധനയോ ഒന്നുമില്ലാത്ത വിഷയങ്ങളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ 2027 മാർച്ചിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം എല്ലാ വിഷയങ്ങളും നല്ല ടൈറ്റ് വാലുവേഷനും നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള രീതിയിൽ പോവുക. അതിനകത്ത് ടെൻഷൻ വേണ്ട. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം. കാരണം റീവാലുവേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. റീവാലുവേഷന് 500 രൂപയാണ് പേപ്പറിന്. സ്കൂട്ടണി സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു 300 രൂപ റേഞ്ചൊക്കെയാണ്. 500 രൂപയാണ് റീവാലുവേഷൻ. ഇനി സേ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ജയിച്ച കുട്ടികൾ സർട്ടിഫിക്കറ്റ് കുറച്ച് ദിവസം എടുക്കുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ അക്ഷയയിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനം കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിച്ച ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടാനുള്ള രീതികളും ഇപ്പോൾ ഉണ്ട്. അതിന് ചിലപ്പം ആപ്ലിക്കേഷൻ ഫോം കൊടുക്കേണ്ടി വരുമായിരിക്കും. അതിൻ്റെ ഫർദറായിട്ടുള്ള അപ്ഡേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസിനകത്ത് പറയാം. എന്തായാലും കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരിക്കും, ഒരു എന്തായാലും 5-6 ദിവസത്തോടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സേയുടെ സർട്ടിഫിക്കറ്റ്. അതെല്ലാം റെഡിയാക്കണമല്ലോ. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഏകദേശം ഒരു നല്ല ശതമാനം കുട്ടികൾ, നമ്മളിപ്പോൾ കൃത്യം പെർസെൻറ്റേജൊക്കെ നമ്മൾ അധ്യാപകരും ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ എടുക്കുന്നേ ഉള്ളൂ. എന്നാൽ പോലും എന്തായാലും ഒരു 95 എബോവ് എന്ന് കൂട്ടിക്കോ. 95 എബോവ്% എന്തായാലും കുട്ടികൾ നന്നായിട്ട് ജയിച്ചു എന്നുള്ളത് അധ്യാപകരുടെ മാത്രം കഴിവല്ല, ഈ കുട്ടികളുടെ കഴിവാണ്. കാരണം നമ്മൾ എല്ലാ ഫെസിലിറ്റീസിനകത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത +2 സേ ഇപ്പം പോയിട്ടുള്ളവർക്കോ +1 ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർക്കെല്ലാം നമ്മൾ ഇതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന മാക്സിമം ഫെസിലിറ്റീസ് കൊടുക്കും. അന്നേരം ജയിച്ച കുട്ടികൾക്ക് സന്തോഷിക്കാം, പരാജയപ്പെട്ട കുട്ടികൾ വിഷമിക്കേണ്ട. നമുക്ക് ഗംഭീര ചാൻസ് ഇനിയുണ്ട്. ആ ചാൻസ് നന്നായിട്ട് മുതലെടുക്കുക. അതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ജയിച്ചിരിക്കുന്ന ഉറപ്പോടെ മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.